ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ ഗൗതം നമ്മുടെ അഖിലേനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അഖിലയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അഖിലയ്ക്കും ആഗ്രഹമുണ്ട് ഇനി അഖിലയുടെ കുഞ്ഞിനെ സമൂഹത്തിൽ ഒരു നല്ല കുഞ്ഞായിട്ട് തന്നെ വളർത്തണമെന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം അതിനെ വിസമ്മതിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കും, നിൻ്റെ കൂടെ ഞാൻ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ ഗൗതം പോകുന്നത്. നമ്മുടെ അഖിലയുടെ മനസ്സിൽ എന്താണ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ ഗൗതം ചെയ്യുന്ന കാര്യം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസുകാരനും ചെയ്യരുതാത്ത കാര്യം തന്നെയാണ് നമ്മുടെ ഗൗതം ചെയ്യുന്നത് കേട്ടോ. അതിന് നമ്മളും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതായാലും ഗൗതം തന്നെ മനസാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരു പ്രായച്ചിത്തം ചെയ്യുന്നതിന് എന്താണ് കുഴപ്പമിരിക്കുന്നത്, ഒരാളെ നല്ല വഴിക്കാക്കുന്നതിന് എന്താണ് കുഴപ്പമിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഗൗതമിൻ്റെ പ്രതിരൂപം പറയുന്നുണ്ട്, നീ ഒരു പോലീസ് ഓഫീസറാണ്, നീ നിൻ്റെ യൂണിഫോമിനോട് നീതി പുലർത്തണം, അത് നീ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ ഗൗതം ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല, വീട്ടിലേക്ക് തന്നെയാണ്. ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ നന്ദയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണുള്ളത്. ഗൗതമിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പാവക കാര്യങ്ങളൊക്കെ ആയിട്ട് ടെൻഷനായിട്ടിരിക്കുക. കുത്തി നോവിക്കാൻ പിങ്കി ഉണ്ടല്ലോ. അങ്ങനെ പിങ്കി വന്നിട്ട്, അല്ല നന്ദയ്ക്ക് മൊത്തം കഷ്ടകാലമാണല്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്താ പിങ്കി നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നന്ദയ്ക്ക് ആറ്റുനോറ്റൊരു ശാന്തി മുഹൂർത്തം കിട്ടി. ആ മുഹൂർത്തം കഴിഞ്ഞേ പിന്നെ ഗൗതമിനെ കാണാൻ പോലും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം എൻ്റെ ഭർത്താവിനെ കാണണോ വേണ്ടോ എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. എൻ്റെ ഭർത്താവിൻ്റെ ജോലിയെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ എൻ്റെ അച്ഛനൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. അതുകൊണ്ട് ഒരു പോലീസ് ഓഫീസർ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ എൻ്റെ ഭർത്താവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ കുടുംബം നോക്കുന്നുണ്ട്. ഇതിൽ പരം എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം പലതും മറയ്ക്കാൻ വേണ്ടി നന്ദേ നീ ഇങ്ങനെയൊന്നും പറയരുത്, നിൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. ഗൗതമാണെങ്കിൽ വന്നപ്പോഴേക്കും പഴയ ഗൗതമുമായിട്ടല്ല വന്നത്. ദേ നീ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗൗതമിനെ കാണാൻ വേണ്ടി തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഗൗതമിനെ മനസ്സിലാവും. ദേ നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഗൗതം എന്തൊക്കെയോ നിന്നോട് മറയ്ക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നന്ദ മനസ്സിലിങ്ങനെ പല കാര്യങ്ങളും വിചാരിക്കുന്നത്. പക്ഷേ നന്ദ സമ്മതിച്ചു കൊടുക്കുന്നില്ല. പിങ്കിയോട് പറഞ്ഞു, നീ നിൻ്റെ കാര്യം നോക്ക്, എൻ്റെ ഭർത്താവിനെ എനിക്ക് നോക്കാനറിയാം. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിയോ കഴിയാതിരിക്കുകയോ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. നീ നിൻ്റെ കാര്യം ആദ്യം നോക്കി നീ നിൻ്റെ ജീവിതം സേഫാക്കും. നിനക്കൊരു ഭർത്താവുണ്ടല്ലോ അർജുൻ്റെ കാര്യം നീ നോക്കാൻ പറയുമ്പോൾ ഭർത്താവ് പോലും ഭർത്താവ്, ആരാ അതിന് ഭർത്താവായിട്ട് കാണുന്നത്? ഞാൻ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിൽ ഒരാളല്ലേ ഉള്ളൂ, അതാരാണെന്ന് നന്ദയ്ക്ക് അറിയാലോ. പിന്നെ എന്തിനാണ് നന്ദ കാണുമ്പോൾ എപ്പോഴും അർജുൻ എന്ന് ഏത് നേരവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എൻ്റെ മനസ്സിൽ ഒരിക്കലും അർജുൻ എന്ന പേര് പതിയില്ല, അതെന്നും ഗൗതം എന്ന് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി എടുത്തടിച്ച പോലെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. നന്ദയ്ക്കിപ്പോൾ അതൊന്നും അല്ല പ്രശ്നം. നന്ദയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൗതം തന്നെയാണ്. അപ്പം ഗൗതമിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഗൗതം എന്താണ് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതെന്നൊന്നും അറിയില്ല നമ്മുടെ നന്ദയ്ക്ക്. അപ്പം നന്ദ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴത്തേക്കും അർജുനും വരുന്നുണ്ട്. അപ്പം അർജുൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഈ പിങ്കി പറയുന്ന കാര്യങ്ങൾ അതും ഇതുമൊക്കെ കേൾക്കുന്നുണ്ട്. എങ്കിലും കടിച്ചു പിടിച്ചങ്ങ് നമ്മുടെ അർജുൻ നിൽക്കുകയാണ്. അങ്ങനെ നന്ദയുടെ അടുത്ത് വന്നിട്ട്, എന്താ നന്ദ നിനക്ക് പറ്റിയത്? ഏട്ടനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ വിഷമിക്കുന്നത്? അതെ, ഏട്ടൻ ഒരു പോലീസ് ഓഫീസറാണല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് പോയതല്ലേ എന്ന് ചോദിക്കുമ്പം, അല്ല അർജുൻ, എന്തോ വ്യത്യാസം ഗൗതം സാറിൽ ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു അറ്റാക്കിനൊക്കെ പോയതാണ്, അതൊക്കെ ശരിയാണ്. എങ്കിലും എന്തോ എൻ്റെ മനസ്സ് വല്ലാതങ്ങ് പിടയ്ക്കുന്നുണ്ട്. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്തൊക്കെയോ ഇത് സംഭവിക്കാൻ പോവുകയെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അതൊക്കെ നിൻ്റെ തോന്നലാണ് നന്ദ. ഇതേ ഏട്ടൻ വരും, ഏട്ടൻ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ മാറാന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതം എത്തുകയാണ് കേട്ടോ. അപ്പം ഗൗതം എത്തിയതും നന്ദ വലിയ അങ്ങോട്ട് കയറി ചെന്ന് മിണ്ടാനൊന്നും നിന്നില്ല കേട്ടോ. നേരത്തെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച പോലെ ഒന്നും നിന്നില്ല. പക്ഷേ ഗൗതം മൈൻഡ് ചെയ്യും. സാധാരണ പിണങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഗൗതം ചോദിക്കൂലോ, എന്താ പിണങ്ങിയത്, എന്താണ് പ്രശ്നം എന്ന് നന്ദയോട് ചോദിക്കൂലോ, സാധാരണ ഭാര്യമാരോട് ചോദിക്കുമല്ലോ. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നന്ദ നിൽക്കുന്നത്. ഗൗതം യാതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഗൗതമൻ മൈൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഗൗതം എങ്ങനെ മൈൻഡ് ചെയ്യാനാണ്, തലയിൽ 100 കൂട്ടം കാര്യങ്ങൾ ഓടുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൗതം നേരെ വരുന്നു, ഫ്രഷ് ആകാനൊക്കെ പോകുന്നു. അങ്ങനെ ഫോൺ അവിടെ വെക്കുന്നു. ഫോണൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനിടയിൽ നമ്മുടെ ലക്ഷ്മിയൊക്കെ വരുന്നുണ്ട്. ലക്ഷ്മി മരുന്നതിയൊക്കെ വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, എങ്ങനെയായി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഒരു ക്യാപ്റ്റൻ അഖിലേനെ കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ രക്ഷപ്പെട്ടു എന്ന്, അയാളെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും
നമ്മുടെ ഗൗതം മറച്ചു വെക്കുകയാണല്ലോ, കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ഗൗതം അവിടെ നിൽക്കുകയും അവരോട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. ഇതേസമയം നമ്മുടെ പിങ്കി ആണെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹത്തിന് പുറകെ ഗൗതമിൻ്റെ കൂടെ കൂടുന്നുണ്ട്. പക്ഷേ ഗൗതം പിങ്കിനെ അടുപ്പിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലല്ല. പിങ്കി നീ മാറിപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർത്താനം പറയാൻ പോലും ഗൗതം നിൽക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ പിങ്കിക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. പിങ്കിക്ക് മനസ്സിലാവുക ഗൗതം ഇങ്ങനെയല്ല എന്ന് പിങ്കിക്കും അറിയാം. അങ്ങനെ നമ്മുടെ ഗൗതമിനെ എന്തോ ആവശ്യത്തിന് വേണ്ടി അഖില ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഖില ആദ്യം വിളിച്ചപ്പം കിട്ടിയില്ല. അഖില എന്ന് പറഞ്ഞാൽ അഭിരാമി എന്ന് തന്നെയാണ് ഫോണിൽ ആ ഒരു നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. ആദ്യം വിളിച്ചപ്പോഴൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിച്ച് നമ്മുടെ അഭിരാമി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിന് കോൾ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ ഒരു പ്രാവശ്യം കണ്ടപ്പം കോൾ എടുക്കാതെ അത് കട്ട് ചെയ്തങ്ങ് വിട്ടു. ഇത് നമ്മുടെ നന്ദ ശ്രദ്ധിച്ചു. പെണ്ണുങ്ങളുടെ സ്വഭാവം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും ചെറിയ സംശയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചകഞ്ഞ് പോയി അന്വേഷിക്കുമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ നന്ദ അങ്ങനെ ചെന്ന് അന്വേഷിക്കാൻ വേണ്ടി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ തവണ വിളിച്ചിരിക്കുകയാണ്. ഈ അഭിരാമി എന്ന പേര് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾ. അപ്പം ഗൗതം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുത്ത് കൈ പിടിച്ചുകൊണ്ടപ്പോഴത്തേക്കും ഇതെന്താ ഫോൺ എടുത്ത് നോക്കുന്നത് എന്ന് ചോദിച്ച് പെട്ടെന്ന് ഫോൺ അങ്ങ് മേടിച്ചപ്പോഴത്തേക്കും അല്ല എനിക്ക് ഫോൺ എടുത്ത് നോക്കാൻ പറ്റില്ലേ, കുറേ തവണ ഗൗതമിനെ സാറിനെ അഭിരാമി എന്ന് പറയുന്ന ഒരാൾ വിളിച്ചിട്ടുണ്ടല്ലോ, എന്തു പറ്റി ഫോൺ എടുക്കാത്തത്? അതോ ഇനിയിപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് എടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചപ്പം എന്താ നീ പറയുന്നത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയത്തിൻ്റെ പേരിൽ നോക്കണത്? അല്ല ഈ അഭിരാമി പിന്നെ ആരാ? അത് പിന്നെ ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ, അപ്പം പലവരും എൻ്റെ പെറ്റീഷൻ തരാനൊക്കെ വിളിക്കും, അങ്ങനെ പലരുടെയും നമ്പർ ഞാൻ ഇത് സേവ് ചെയ്തു വെക്കും. ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ ഈ അഭിരാമി ആരാണെന്ന് ചോദിക്കുന്നതിൽ എന്താണ് പ്രസക്തി ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഗൗതം സാർ ഒരുപാട് കള്ളങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. ഗൗതം സാറിനെ ഒന്നറിയാമോ? ഗൗതം സാറിനെ കള്ളം മറച്ചു വയ്ക്കാൻ അറിയില്ല. ഗൗതം സാറിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഗൗതം സാർ പെടാപ്പാട് പെടുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്കും ഞാൻ പോവുക, എനിക്ക് സമയമില്ല, എനിക്ക് പോകണം, എനിക്ക് കമ്മീഷണർ സാറ് വിളിച്ചിട്ടുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തിനാ ഈ തിരുതി വെച്ച് ഓടുന്നത്? ഇനിയിപ്പോൾ ഈ വിളിച്ച അഭിരാമിയുടെ അടുത്തേക്കാണോ ഈ തിരുതി വെച്ച് പോകുന്നതെന്ന് ചോദിച്ചു. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമിൻ്റെ നിലയും വിലയൊക്കെ അങ്ങ് തെറ്റി കേട്ടോ. കാരണം ക്ഷമയ്ക്കൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം ഒളിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയാണോ? അങ്ങനെ ആയിരിക്കും അല്ലേ? എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അത്. അപ്പോൾ ആണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൗതം അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഗൗതമിനോട് നമ്മുടെ നന്ദ പറഞ്ഞു, എന്തു പറ്റി ഗൗതം സാർ, എനിക്ക് പേടിയാവുക, ഗൗതം സാർ എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നന്ദ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു ഭാര്യയുടെ ആ ഒരു ഇതെനിക്ക് മനസ്സിലാകും, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അല്ല ഇപ്പം പറഞ്ഞില്ല ഒരു ഭാര്യ എന്ന് പറഞ്ഞ കാര്യം, ആ ഒരു ഭാര്യ ആയതിൽ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക പ്ലീസ് കാല് പിടിക്കാം, എന്നെ ചതിക്കരുതെന്ന് പറഞ്ഞപ്പോൾ എന്താ നന്ദ നീ പറയുന്നത്, നിന്നെ ഞാൻ ചതിക്കാനോ? വാക്ക് തരുക, ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാക്കും കൊടുക്കുകയാണ് നമ്മുടെ നന്ദയല്ല സോറി നന്ദയ്ക്ക്. ഏതായാലും അവിടെ നിന്ന് ബലമായിട്ട് തന്നെയാണ് നമ്മുടെ ഗൗതം പോകുന്നത്. നന്ദയോട് കുറേ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പോകേണ്ട ഒരു സാഹചര്യം വരികയാണ് നമ്മുടെ ഗൗതമിന്. നന്ദയ്ക്ക് അത് വലിയ വിഷമമാകുന്നു. പിങ്കി അത് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. പിങ്കി അറിയുന്നില്ലല്ലോ ഈ അഭിരാമി ആരാണെന്നോ അഭിരാമി എന്താണെന്നോ ഒന്നും പിങ്കിക്ക് അറിയില്ല. ഏതായാലും നമ്മുടെ ഗൗതം പോയി കഴിഞ്ഞാൽ പിന്നെ പോയ വഴിക്ക് പുല്ല് പോലും കിളക്കില്ല എന്ന് പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തേക്ക് കാണത്തുമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇനിയും വരാൻ പോകുന്നത്. നമ്മുടെ ഗൗതം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്ന് പോലും അറിയില്ല. ഭയങ്കരമായിട്ടും നന്ദയ്ക്ക് ടെൻഷനാകുകയാണ്. പിന്നെയും ഈ അഭിരാമി എന്നുള്ള ആ പേരും അതൊക്കെ ഓർത്ത് ഭ്രാന്ത് പിടിക്കുകയാണ് കേട്ടോ. കൂടത്തിൽ നമ്മുടെ പിങ്കി കുത്തി നോവിക്കാനും. പക്ഷേ പിങ്കി സത്യം അറിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ കൂടെയാണ്, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ ഗൗതമുണ്ട്, അതും ഭർത്താവാണ് ഗൗതം എന്നാണ് ആദ്യം അറിയാൻ പോകുന്നത്. ഇതറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയുടെ മാത്രമല്ല പിങ്കിയുടെയും ചങ്ക് പൊട്ടും. ഏതായാലും പിങ്കിയുടെയും ചങ്ക് പൊട്ടും നന്ദയുടെയും ചങ്ക് പൊട്ടും. ഏതായാലും രണ്ടും കൂടി ഇറങ്ങുകയാണ്. കമ്മീഷണർ സാറിൻ്റെ അടുത്തേക്ക് വിടാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും മറക്കാതെ കാണുക. നാളെ രാവിലെ നമുക്ക് വിശേഷം എത്തുമോയെന്നറിയില്ല. രാവിലെ എത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും. പിന്നെ രാവിലെ നമ്മൾ എത്തിയില്ലെങ്കിൽ ഒരു ചെറിയ പ്രേമോ വിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ. അത് കാണേണ്ടവർക്ക് കണ്ടാൽ മതി. കാരണം പ്രേമോ വിശേഷം ആയതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രേമോ ഇടുന്നത് നോക്കി ഒത്തിരി പേര് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക, ഇല്ലാത്തവർ ഫുൾ വിശേഷം വരുമ്പം ഞാനൊരു 2 മണിക്ക് മുമ്പ് ഫുൾ വിശേഷം ഇടാറുണ്ട്. ഇന്നൊരു 11:30ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഫുൾ വിശേഷം. അപ്പോൾ വരുന്ന എപ്പോഴാണോ അപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം കയറി കാണുക. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയിട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. ഇനി കഥ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മുടെ സച്ചിയുടെ രേവതിയുടെ ഒക്കെ പിണക്കം മാറിയിട്ടോ. നിങ്ങൾ ഇതുവരെ കണ്ടില്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയി ഒന്ന് കണ്ടു നോക്ക്. സൂപ്പർ കഥയാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.